ഗാസ മുനമ്പിലെ സമാധാന ശ്രമങ്ങളെ അപ്പാടെ തള്ളിപ്പറഞ്ഞ് വെടിനിർത്തൽ കരാർ ലംഘിച്ച് കൂട്ടക്കുരുതി നടത്തിയ ശേഷം ഇസ്രയേൽ വീണ്ടും പ്രഖ്യാപിച്ചു, ഞങ്ങൾ വെടിനിർത്തൽ പുനഃസ്ഥാപിച്ചിരിക്കുന്നു. അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിഞ്ഞവരെ പോലും വെറുതെ വിടാത്ത ക്രൂരമായ ആക്രമണത്തിൽ 12 മണിക്കൂറിനിടെ 109 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് ഹമാസ് നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം പറയുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കം ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. 250ഓളം ആളുകൾക്ക് അതിഗുരുതരമായ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ദിവസത്തോളം നീണ്ട തുടർച്ചയായ കടുത്ത ആക്രമണത്തിനൊടുവിൽ ഇസ്രായേൽ വീണ്ടും വെടിനിർത്തൽ കരാർ പുനഃസ്ഥാപിച്ചതായി അറിയിക്കുകയും ചെയ്തു. വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച അമേരിക്ക തന്നെ ഇസ്രായേൽ ആക്രമണത്തെ ന്യായീകരിക്കുകയും ചെയ്യുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്ന് ആരോപിച്ചാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഗാസയിൽ ആക്രമണം ആരംഭിച്ചത്. ഇസ്രായേലി സൈനികനെ ഹമാസ് വധിച്ചുവെന്നും കരാറിൽ പറഞ്ഞത് പ്രകാരം ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകിയില്ല എന്നും ഇസ്രായേൽ ആരോപിച്ചിരുന്നു. ഇതേ തുടർന്ന് ഗാസയിൽ ശക്തമായ ആക്രമണം നടത്താൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിടുകയും ഉടനെ ഇസ്രായേൽ ആക്രമണം ആരംഭിക്കുകയും ചെയ്തു. 46 കുട്ടികളും 20 സ്ത്രീകളും ഉൾപ്പെടെയാണ് 100-ലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടത്. ഗാസ സിറ്റി, ബെയ്ത്ത് ലഹിയ എന്നിവിടങ്ങളിലെ നിരവധി വീടുകളും കെട്ടിടങ്ങളും സ്കൂളുകളും ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നു. ബുറൈജ്, നുസൈറാത്ത്, ഖാൻ യൂനിസ് എന്നിവിടങ്ങളിലും ശക്തമായ ആക്രമണമുണ്ടായി. ബെയ്ത്ത് ലാഹിയയിലെ സ്കൂളിൽ കുടിയിറക്കപ്പെട്ടവർക്കായുള്ള അൽ മവാസി ടെന്റുകളിൽ അഭയം തേടിയ 3 പേരും മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുള്ള ആക്രമണമായിരുന്നു ഇസ്രായേൽ നടത്തിയത്. വീടുകളും ടെന്റുകളും അഭയകേന്ദ്രങ്ങളും അടക്കം നിരപ്പാക്കിയുള്ള വ്യോമാക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് എന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ബോംബാക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. നിരവധി പേരെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഒക്ടോബർ 10 വെടിനിർത്തൽ കരാറും സമാധാന പദ്ധതിയും നിലവിൽ വന്ന ശേഷവും ഇസ്രായേൽ പലകുറി ഗാസയിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. 100-ലധികം തവണ ഒക്ടോബർ 10 ശേഷം ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഇത്രയും രൂക്ഷമായ ആക്രമണം, ഒറ്റ ദിവസം തന്നെ ഇത്രയും അധികം ആളുകളെ കൂട്ടക്കുരുതി നടത്തുന്ന തരത്തിലുള്ള ആക്രമണം അന്നൊന്നും നടന്നിരുന്നില്ല. ചൊവ്വാഴ്ച ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയെ കണ്ണും പൂട്ടി ആക്രമിക്കാൻ ഉത്തരവ് നൽകിയതിന് പിന്നാലെയാണ് മനുഷ്യത്വത്തിന്റെ സർവ്വസീമകളും ലംഘിച്ചുള്ള ആക്രമണം നടന്നത്. പിന്നീട് ബുധനാഴ്ച രാവിലെയോടെ ആക്രമണം നിർത്തിവെച്ചതായും ഇസ്രായേൽ വീണ്ടും വെടിനിർത്തൽ കരാർ പുനഃസ്ഥാപിച്ചതായും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. പക്ഷേ ഇതിനകം തന്നെ 100-ലധികം പേരെ കൊലപ്പെടുത്തുകയും 250-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഡസൻ കണക്കിന് ഭീകരകേന്ദ്രങ്ങളിൽ നിരവധി ആക്രമണങ്ങൾ നടത്തിയെന്ന് IDF അവകാശപ്പെടുന്നു. കരാർ ലംഘനത്തിന് ഇസ്രായേൽ നൽകുന്ന ന്യായീകരണമാണ് ഏറ്റവും കൗതുകകരം. വെടിനിർത്തൽ കരാറിനെ ഇസ്രായേൽ വിശ്വസിക്കുകയും അതിനെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യും. എന്നാൽ ഏതെങ്കിലും തരത്തിൽ ലംഘനമുണ്ടായാൽ അതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് അഥവാ IDF വ്യക്തമാക്കുന്നത്. സൈനികരെ ആക്രമിച്ചതിനും വെടിനിർത്തൽ കരാർ ലംഘിച്ചതിനും ഹമാസ് വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും പറഞ്ഞിട്ടുണ്ട്. റഫായിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന IDF എഞ്ചിനീയറിംഗ് ടീമിലെ സൈനികനെയാണ് ഹമാസ് കൊലപ്പെടുത്തിയത് എന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം. ഇസ്രായേൽ സൈന്യത്തിന് നേരെ ആക്രമണം നടത്തിയെന്ന ആരോപണം ഹമാസ് നിഷേധിക്കുകയാണ്. റഫായിലെ ആക്രമണവുമായി തങ്ങൾക്ക് ബന്ധമില്ല എന്ന് ഹമാസ് വ്യക്തമാക്കുന്നു. വെടിനിർത്തൽ കരാറിനോട് പ്രതിബദ്ധതയുണ്ട് എന്ന് വ്യക്തമാക്കിയ ഹമാസ് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ ബോംബാക്രമണം വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനമാണ് എന്നും ഹമാസ് ആരോപിക്കുന്നു. അതേസമയം തുടർച്ചയായി ഇസ്രായേൽ കരാർ ലംഘിച്ച് ആക്രമണങ്ങൾ നടത്തിയിട്ടും അമേരിക്ക ഇസ്രായേലിനെ ന്യായീകരിക്കുകയാണ് എന്നതാണ് കൗതുകകരം. ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചിട്ടും വെടിനിർത്തൽ കരാറിന് ഒരു കുഴപ്പവും വരില്ല എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട്. വെടിനിർത്തൽ ശ്രമങ്ങളെ ഇസ്രായേൽ തടസ്സപ്പെടുത്തിയിട്ടില്ല. ഇസ്രായേലിന്റെ സൈനികനെ ഹമാസ് വധിച്ചതുകൊണ്ടാണ് ഇസ്രായേൽ സൈന്യം തിരിച്ചടിച്ചത്. അങ്ങനെ ചെയ്താൽ തീർച്ചയായും പ്രതികരിക്കണം എന്നായിരുന്നു ട്രംപിന്റെ വിശദീകരണം. പശ്ചിമേഷ്യയിലെ സമാധാനത്തിന്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഹമാസ്. അവർ വളരെ നന്നായി പെരുമാറണമെന്ന ഉപദേശം നൽകാനും ട്രംപ് മറന്നില്ല. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ കടന്നുകയറി ആക്രമണം നടത്തുകയും 251 പേരെ തടവിലാക്കുകയും ചെയ്തതാണ് ഗാസയിൽ ആക്രമണം ആരംഭിക്കാൻ കാരണമായത്. ഹമാസ് ആക്രമണത്തിനുള്ള പ്രതികരണം എന്ന നിലയിൽ തുടങ്ങിയ തിരിച്ചടി പിന്നീട് അതിക്രൂരമായ വംശഹത്യയിലേക്കും കൂട്ട മനുഷ്യക്കുരുതിയിലേക്കും വഴിമാറി.
2 വർഷം തുടർച്ചയായി ഇസ്രയേൽ ഗാസയിൽ നടത്തിയ വംശഹത്യയിൽ 68,531 പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ തന്നെ ഭൂരിഭാഗവും കുട്ടികളാണ്. ഇസ്രയേലിന്റെ മനുഷ്യക്കുരുതിക്കെതിരെ ലോകമാകമാനം കടുത്ത നിലപാടുമായി രംഗത്തു വന്നു. ഒരു കാലത്ത് ഇസ്രയേലിനെ അംഗീകരിച്ചിരുന്നവർ പോലും മനുഷ്യക്കുരുതിയെ തള്ളിപ്പറഞ്ഞ് പലസ്തീനൊപ്പം നിന്നു. ലോകരാഷ്ട്രങ്ങളുടെ എതിർപ്പ് രൂക്ഷമാകുകയും അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒറ്റപ്പെടുകയും ചെയ്തതോടെ സമാധാനത്തിന് ഇസ്രായേൽ നിർബന്ധിതമായി. അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ച 20 ദിന സമാധാന പദ്ധതി ഒക്ടോബർ 10 ഇസ്രയേലും ഹമാസും അംഗീകരിച്ച് ഒപ്പിട്ടു. സമാധാന പദ്ധതി ട്രംപ് പ്രഖ്യാപിച്ച ദിവസം തന്നെ ഇസ്രായേൽ വെടിനിർത്തൽ നിർദ്ദേശം പൂർണ്ണമായി അംഗീകരിച്ചിരുന്നു. എന്നാൽ ഹമാസിന്റെ നിരായുധീകരണം, യുദ്ധാനന്തര ഗാസയുടെ പുനർനിർമ്മാണം, പലസ്തീന്റെ തുടർഭരണമടക്കമുള്ള കാര്യങ്ങളിൽ വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് ഹമാസ് ഭാഗികമായി കരാർ അംഗീകരിച്ചതോടെയാണ് വെടിനിർത്തൽ നിലവിൽ വന്നത്. എന്നാൽ വെടിനിർത്തൽ ആരംഭിച്ചതിന് ശേഷം ഇസ്രായേൽ 125 തവണ അതിർത്തി ലംഘിച്ചതായും ആക്രമണങ്ങളിൽ 94 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 100 കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും ഗാസ സർക്കാർ മാധ്യമ ഓഫീസ് അറിയിക്കുന്നു. ഇതിനു പുറമെയാണ് കഴിഞ്ഞ ദിവസം 12 മണിക്കൂറിനിടെ 100-ലധികം പേരെ കൊലപ്പെടുത്തിയ ആക്രമണങ്ങളും നടന്നത്. ഗാസയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ലോകം. ഇനി ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുമോ?